Hi students, welcome to LM Think. Today we are going to study a new chapter, that is chapter 10 polynomials. അതായത് 10ാമത്തെ യൂണിറ്റ് ആയ പോളിനോമിയൽസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള പാഠമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇപ്പം ഈ ലെസൺ കാണാൻ. ഇതിൻ്റെ അകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ കൂടി ഉണ്ട്, എന്നാലും വളരെ എളുപ്പമുള്ള ലെസൺ ആണ്. ആദ്യം ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് നമുക്ക് പഠിക്കാം. ഫാക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പം 6 എടുക്കുക, 3 × 2 is 6, 1 × 6 is 6. അപ്പം 2ഉം 3യും 6ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയും, ഘടകങ്ങൾ. മലയാളത്തിൽ ഘടകങ്ങളും പരിഹാരങ്ങളും. 1ഉം 6ഉം ഘടകങ്ങളാണെന്ന് പറയാം. അതുപോലെ നിങ്ങൾ ദ ലാംഗ്വേജ് ഓഫ് ഓൾജിബ്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ്ട് ഐഡന്റിറ്റീസ് അല്ല, x² - y². ഇതെന്താണ്? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x + y × x - y. അപ്പം ഫോർ ഓൾ നമ്പേഴ്സ് x, ഫോർ എനി നമ്പർ x. ഇതുപോലെ തന്നെ x² - 1 എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? x + 1 × x - 1. ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അതുപോലെ ഒരുപാട് എക്സാമ്പിൾ എഴുതാം. x² - 1/4 ഈക്വൽസ് x + 1/2 × x - 1/2. അപ്പം ഇങ്ങനെയുള്ള ഇത് ഐഡന്റിറ്റീസ് ആണ്. ഇതെല്ലാം ഇത് ഐഡന്റിറ്റീസ് വെച്ച് എഴുതിയിരിക്കുന്നു. അപ്പം ഇവിടെ നോക്കിക്കേ, x², ഇതെല്ലാം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ്. പോളിനോമിയൽസിന് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് പവർ നോക്കിക്കേ 2 ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് എല്ലാം കൂടെ ചേർത്ത് എഴുതിയതാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. x², പിന്നെ 3x, 4 ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഒരു പോളിനോമിയൽ കിട്ടും. ഇത് 2 ആയതുകൊണ്ട് രണ്ടാം കൃതി പോളിനോമിയൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇനി 3 എഴുതാം. x³ + 3x² + 3x + 5. ഇവിടെയൊക്കെ 1, 2, 3 ഇട്ടാം. ഇവിടെ 1, 2, 3, 4 ഇട്ടാം. ഇതെല്ലാം പോളിനോമിയൽസ് ആണ്. പോളി മീൻസ് മെനി, നോമിയൽസ് അതായത് ടേംസ്, പദങ്ങൾ. ഒരുപാട് പദങ്ങളുള്ള ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. നോക്കിക്കേ, ദിസ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെയ്നിങ് 4 ടേംസ്, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെയ്നിങ് 3 ടേം. ഇതിനെല്ലാം നമ്മൾ എന്താ പറയുക? പോളിനോമിയൽസ് എന്ന് പറയും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പോളിനോമിയൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കുകയല്ല പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പോളിനോമിയൽസിൽ ഇത് സെക്കൻഡ് ആയതുകൊണ്ട് പവർ കൃതി 2 ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, 3 ആയതുകൊണ്ട് തേർഡ് ഡിഗ്രി പോളിനോമിയൽ. പിന്നെ ടേംസ് അനുസരിച്ച് പോളിനോമിയൽസിന് ഓരോ പേര് പറയാം. ഒരു ടേം മാത്രമുള്ളതിന് നോക്കിക്കേ 3x മോണോമിയൽ. 2 ടേം ഉള്ളതിന് x² + 4, 2 ടേം ഉള്ളതിന് ബൈനോമിയൽ. 3 ടേം ഉള്ളതിന് നമുക്ക് എന്താ പറയാം? ട്രൈനോമിയൽ. അക്കോർഡിംഗ് ദ നമ്പർ ഓഫ് ടേംസ്, മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. പിന്നെ പവർ അനുസരിച്ച് എന്താണ്? ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഈ പോളിനോമിയലിൽ നമുക്ക് =0 കൊടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? അതൊരു ഇക്വേഷൻ ആയിട്ട് മാറും. =0 തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു നമ്പർ ആയാലും മതി. ഈ പോളിനോമിയൽസിനെ എല്ലാം ഇക്വേറ്റിംഗ് ടു എനി നമ്പർ ഓർ 0 ബിക്കംസ് ആൻ ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. ഇതിന്റെ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെയും പോളിനോമിയൽസ് എന്താ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പോളിനോമിയൽസ് എന്താണെന്നുള്ളത്. ഇപ്പൊ ഈ പോളിനോമിയൽസിൽ 0 കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, x² + 5x + 6 ഈക്വൽ ടു, ഇതിപ്പോൾ പോളിനോമിയൽ =0, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇവിടെ നോക്കി, അല്ല ഇക്വേഷൻ, നോട്ട് പോളിനോമിയൽ, ഇക്വേഷൻ.
ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ അറിയാം x+3 ആൻഡ് x+2 ആ ഫാക്ടേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. പോളിനോമിയലിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. 0 ഒഴിച്ചുള്ള ഈ ഇത്രയും ടേം കിട്ടും. അതിനെയാണ് നമുക്ക് x+3 x+2 x² + 5x+6ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് x+3 = 0 ഓർ x+2 = 0 എന്ന് പറയും. ഇവിടെ വാല്യൂ എത്ര വരും? x = -3, x = -2. അപ്പം എക്സിന് -2 -3 വില കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പോളിനോമിയൽസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പോളിനോമിയൽ ഇൻ എക്സ്, വേരിയബിൾ എക്സ് ആണെങ്കിൽ p(x) അല്ലെങ്കിൽ q(x) എന്ന് കൊടുക്കാം. പോളിനോമിയൽ ഇൻ എക്സ്, വേരിയബിൾ എക്സ്, ഇത് വേരിയബിളിനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കൊടുത്ത പേരാണ് p, q, r എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ px = qx × rx എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? qx എന്ന പോളിനോമിയലിനെയും rx എന്ന പോളിനോമിയലിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇവിടുത്തെ തന്നെ കേസ് നോക്കിയേ, x+3യെയും x+2യെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x² + 5x+6 എന്ന് കിട്ടും. അപ്പൊ qx എന്ന പോളിനോമിയലിനെയും rx എന്ന പോളിനോമിയലിനെയും ഗുണിക്കുമ്പോൾ കിട്ടുന്ന p(x), അതായത് പോളിനോമിയൽ ഇൻ എക്സ്, വേറെ മൂന്നാമതൊരു രണ്ട് പോളിനോമിയല് ഗുണിച്ചപ്പം വേറൊരു മറ്റൊരു പോളിനോമിയല് കിട്ടി. അതുകൊണ്ട് നമുക്ക് qxനെയും rxനെയും നമുക്ക് എന്താ പറയാം? അതിന്റെ p(x)ന്റെ ഘടകങ്ങളാണെന്ന് പറയാം, അതായത് ഫാക്ടേഴ്സ് എന്ന് പറയാം. If the polynomial is the product of the polynomials qx and rx, then we say that the polynomials qx and rx are factors of this polynomial. മനസ്സിലല്ലേ? അതൊരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? qx-ഉം rx-ഉം ഗുണിക്കുമ്പോൾ p(x) കിട്ടുമെങ്കിൽ നമുക്ക് എന്താ പറയാം? qx എന്നും rx-ഉം p(x)ന്റെ ഘടകങ്ങളാണെന്ന് പറയാം. ഇതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. x² + 7x + 12. ഇതിനെ നമുക്ക് രണ്ട് ഘടകങ്ങളാക്കി എഴുതാം. എന്താണ്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം 3 + 4 = 7, 3 × 4 = 12. അപ്പം x+3 എന്നും x+4 എന്നും എഴുതാം. ഈ പോളിനോമിയലിനെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ x+3 എന്നും x+4 എന്നും എഴുതാം. നമുക്കപ്പോൾ എന്താ പറയുക? x+3 x+4ഉം x² + 7x + 12 എന്ന പോളിനോമിയലിന്റെ ഘടകങ്ങളാണെന്ന് പറയാം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ, ഇത് ഘടകങ്ങളാകുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കിട്ടാൻ എന്ത് വേണം? ഇത് സമം 0 എന്ന് കൊടുക്കണം, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. നമുക്ക് എന്താ കിട്ടും? x = -3 എന്നും കിട്ടും, x = -4 എന്ന് കിട്ടും. ഈ വിലകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ, ഘടകങ്ങളും പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഗുണിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടി? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇപ്പൊ 0 കൊടുത്തോണ്ടാണ് ഇക്വേഷൻ ആയത്. അതിനു മുമ്പ് എന്തായിരുന്നു? പോളിനോമിയൽ ആയിരുന്നു. ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈക്വൽ ടു 0 കൊടുത്തു. The first degree polynomial x minus a is a factor of the polynomial p(x), then p(a) is equal to 0. അതായത് ഇപ്പൊ പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ. p(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഇത് തന്നെ എടുക്കാം, x² + 7x + 12. അപ്പൊ ഇതിന് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. എന്താണ്? x+3ഉം x+4ഉം കിട്ടി. അപ്പൊ എക്സിന് എന്ത് കൊടുക്കാം? -3 എന്ന് കൊടുത്തു നോക്കേ. p of -3 is equal to -3² + 7 × -3 + 12 equal to -3² number 9. 9 - 21
പ്ലസ് 12 ഈക്വൽ ടു 0 കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ x+3 എന്നാണ് x ഈക്വൽ ടു -3 വന്നതല്ലേ. അപ്പം ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വാല്യൂ എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ട് വരും. നെഗറ്റീവ് ആണെങ്കിൽ വാല്യൂ എന്തായിട്ട് വരും? പോസിറ്റീവ് ആയിട്ട് വരും. If x minus a is a factor, ഇവിടെ നമുക്കിപ്പം മൈനസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് എക്സ് പ്ലസ് എ എന്ന് വരും അല്ലേ. എന്നാലേ എന്താ കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ, ദാറ്റ് ഈസ് -3. If x minus a is a factor of the polynomial p of x, then p of a is equal to 0. നമുക്കിതിന് ഈ രീതിയിൽ എന്താ പറയാം? If x+3 is a factor of this polynomial, then p of -3 is equal to 0. p of -4 is also equal to 0. മനസ്സിലായല്ലോ എന്താണ് പറയുന്നത്? അത് ഘടകമാണെങ്കിൽ ആ ഘടകത്തിലെ എക്സിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിനോമിയൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. If the polynomial p of x can be split into two first degree polynomials, അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. p of x ന്റെ ജനറൽ ഫോം ഇതാണ്. p of x is equal to എന്താണ്? x minus a1 into x minus a2. ഇങ്ങനെ പോയി നമ്മൾ എവിടെ വരെ വരും? x മൈനസ് a n എന്ന് വരും. അപ്പം if the polynomial p of x can be split into first degree, നോക്കിക്കേ ഇതെല്ലാം ഫസ്റ്റ് ഡിഗ്രി ആണ്. ഫസ്റ്റ് ഡിഗ്രി polynomials as p of x is equal to x minus a1 into x minus a2 dash dash x minus a. Then the numbers ഇവിടെ നോക്കി a1 a2 dash dash an എല്ലാം എന്തായിട്ട് വരും? are the solutions. x is equal to -3. അപ്പൊ -3 എന്ന് പറയുന്ന ഈ ഇക്വേഷന്റെ ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ്. അത് കൊടുക്കുമ്പോഴാണ് 0 വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? p of -3 is equal to 0 when x is equal to -3. Then the factor becomes x plus 3. മനസ്സിലായോ? p of -3 is equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x is equal to -3. ഈ -3 ഇപ്പുറത്ത് കൊണ്ടുവന്നേ, അപ്പം +3 വരും. അപ്പൊ നമുക്ക് എന്താ പറയാം? x+3 is a factor. ഇത്രയേ ഉള്ളൂ. ഫാക്ടറും സൊല്യൂഷനിലെയും കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി കുറച്ച് എന്താണ് പ്രോബ്ലംസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.